ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുഷി സെൽവി കിച്ചൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. സ്പെഷ്യലി ഒരു 40+ ഒക്കെ കഴിഞ്ഞ അല്ലെ 45+ ഒക്കെ കഴിഞ്ഞ ലേഡീസിന് വേണ്ടിയുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അതും പീരീഡ്സ് ഒക്കെ നിന്ന് പോയവർക്ക് വേണ്ടിയുള്ള, മെനോപോസ് ആയവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ യൂട്യൂബിലെ ഒരു ഫേമസ് ഡോക്ടർ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. ഡോക്ടറുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നതായിരിക്കും. മെനോപോസ് ആയ എല്ലാ ലേഡീസിനും ഒരുപാട് പ്രോബ്ലംസുകൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. പീരീഡ്സ് നിന്ന് പോയവർക്കുണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസുകളും, ബോഡി പെയിന്, സന്ധിവേദന, ജോയിന്റ് പെയിൻസ്, മൂഡ് സ്വിങ്സ്, ദേഷ്യം വരിക, ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്ന ഒന്നാണ് ഹോട്ട് ഫ്ലാഷ്. അതായത് പെട്ടെന്ന് ചൂടെടുക്കുക, വിയർക്കുക, രാത്രിയോ പകലെന്നോ ഇല്ലാതെ പെട്ടെന്നായിരിക്കും ചൂടെടുക്കുക ബോഡിക്ക്. അതുപോലെ തന്നെ വിയർക്കുകയും ചെയ്യും. ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്ര ചൂടായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ ഈസ്ട്രോജൻ ലെവൽ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന ഈ മൈനസ് പോയിന്റുകൾക്ക്, ഈസ്ട്രോജൻ ലെവൽ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന ഈ എല്ലാ പ്രോബ്ലംസുകൾക്കും, ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോഴുണ്ടാകുന്ന ഈ എല്ലാ പ്രോബ്ലംസുകൾക്കും ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു ആശ്വാസമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ പുഴുക്ക്. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു പുഴുക്ക് തന്നെയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ അതിലല്പം ചേഞ്ചസ് വരുത്തിയിട്ട് വളരെ ടേസ്റ്റിയും ഡിലീഷ്യസുമായിട്ടുള്ള ഈ പുഴുക്ക് മെനോപോസ് ആയ എല്ലാ ലേഡീസിനും, ഇതല്ലാത്തവർക്കും കഴിക്കാം കേട്ടോ. മെനോപോസ് ആയവർക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ലേഡീസ് സ്പെഷ്യൽ പുഴുക്ക് അല്ലെങ്കിൽ മെനോപോസ് പുഴുക്ക് എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് കരുതുന്നു. അതുപോലെ നമ്മൾ ഇതിലൊരു ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യുന്നത് സോയാ ചങ്ക്സ് ആണ്. തൈറോയിഡ് ഉള്ള ലേഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, TSH ലെവൽ കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവര് സോയാ ചങ്ക്സ് എടുക്കാൻ മടിക്കും. ഡോക്ടേഴ്സ് എടുക്കരുതെന്നാണല്ലോ പറയുന്നത് തൈറോയിഡ് ഉള്ളവരാണെങ്കിൽ. അപ്പോൾ TSH ലെവൽ കൂടുതലായിട്ടുള്ളവരെ മെഡിസിൻ എടുക്കുന്ന ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ മന്ത്ലി 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒക്കെ ഒരല്പം സോയാ ചങ്ക്സ് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമല്ല. ഈവൻ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ടും എടുക്കാവുന്നതാണ്. നമ്മൾ ഒരുപാട് ആഡ് ചെയ്യുന്നില്ല, കുറച്ചേ സോയാ ചങ്ക്സ് ഈ പുഴുക്കിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും കമന്റ് തരാനും മറക്കരുത്. മെനോപോസ് പുഴുക്കുണ്ടാകാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. നമ്മൾ സാധാരണ കപ്പയൊക്കെ പുഴുങ്ങി കഴിക്കാറുണ്ട്, കാച്ചിലും ചേമ്പും ഒക്കെ കൊണ്ടിട്ടിട്ട് ഒരു പുഴുക്കുണ്ടാക്കി കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ആ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഈ പുഴുക്കിനും എടുക്കുന്നത്. കുറച്ച് കാച്ചിൽ വേണം. ഞാനൊരു ചെറിയ കാച്ചിൽ എടുത്തിട്ടുണ്ട്. ഇത്രയും വേണ്ട, ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് എത്രയും മെമ്പർ ഉണ്ടോ വീട്ടിൽ അതനുസരിച്ച് എല്ലാ ക്വാണ്ടിറ്റിയും ഒന്ന് കൂട്ടിക്കോളൂ. അപ്പം കുറച്ച് ഇതിൻ്റെ പകുതി കാച്ചിലേ ഞാൻ എടുക്കുന്നുള്ളൂ. ഒരു ചേമ്പ്, നമ്മുടെ വലിയ ചേമ്പില്ലേ ആ ചേമ്പ്, പിന്നെ ഒരു പീസ് ചേന. അപ്പോൾ ഇത് 3ഉം തൊലി ചെത്തി കുറച്ച് ഒരുവിധം അത്ര ചെറുതല്ലാത്ത പീസുകളായിട്ട്, അത് നമ്മൾ ചെണ്ടമുറിയിൽ ഇടുന്നതിനേക്കാളും കുറച്ച് ചെറുതായിട്ടുള്ള പീസുകളായിട്ട് നമുക്ക് കഴുകിയെടുത്ത് ആദ്യം വേവിക്കാനായിട്ട് വെക്കണം. അപ്പം അത് കാണിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു പിടി, കൂടുതൽ വേണ്ട, സോയാ ചങ്ക്സ്, സോയാബീൻ. അപ്പോൾ ഈ സോയാ ചങ്ക്സ് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതല്പം കുതിർന്ന് വന്നിട്ടുണ്ട്. അഡ്വാൻസായിട്ട് ഇത് നേരെ സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇത് ചെറിയ പീസുകളാക്കി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താലും മതി. അങ്ങനെയും ചെയ്യാം. നമ്മുടെ ഈ കഷ്ണങ്ങളുടെ കൂടെ ഇട്ട് വേവിച്ചാണേലും എടുക്കാം. നമുക്ക് ഈ സോയാ ചങ്ക്സ് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ചെറിയ പീസുകളാക്കി ഇടാം. ഞാൻ 2 രീതിയിൽ ചെയ്യാറുണ്ട്. ഇത് ഞാൻ ആദ്യം ഒന്ന് വേവിച്ചെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കും മിക്സിയിൽ. അപ്പോൾ അങ്ങ് ചെറിയ പീസുകളായിട്ട് കിട്ടും. എന്നിട്ട് അതങ്ങ് ആഡ് ചെയ്യാറുണ്ട്. ഇതിപ്പം മസാലയെല്ലാം പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ തന്നെ അങ്ങ് ആഡ് ചെയ്യാം. ഈ വേവുന്നതിൻ്റെ കൂടെ തന്നെ. സോയാ ചങ്ക്സിന് ഇതിനൊക്കെ ഏകദേശം ഒത്തിരി വേവില്ലല്ലോ, അപ്പം കുറച്ച് വേവല്ലുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും വലിയ പീസുകളായിട്ട് വേണമെങ്കിലും അങ്ങ് ആഡ് ചെയ്യാം. ഞാനതുപോലെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ
തൈറോയിഡ് ഉള്ളവർക്ക്, ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് സോയാ ചങ്ക്സ് കഴിച്ചുകൂടാ, കോളിഫ്ലവർ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ചുകൂടാ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഡോക്ടറോടെ കൺസൾട്ട് ചെയ്തിട്ടാണേലും വേണമെങ്കിൽ കഴിക്കാം, അല്ലാതെയും കഴിക്കാം. കാരണം ഓൾറെഡി ഹൈപ്പോ തൈറോയിഡിസിന് മെഡിസിൻ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഇതൊരല്പം ആഡ് ചെയ്ത് കഴിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല കേട്ടോ. പീസുകളാക്കി ഇനി ഇതിന് നമുക്ക് അരപ്പിന് കുറച്ച് സാധനങ്ങൾ വേണം ചേർക്കാനായിട്ട്. ഒരു 2 പിടി തേങ്ങ, ഒത്തിരി തേങ്ങ വേണ്ട, ഒരു 2 പിടി തേങ്ങ, ഒരു 4-5 ചുമന്നുള്ളി, ഒരു ചെറിയ ടീസ്പൂണിന് ജീരകം 1 ടീസ്പൂണ്, ഒരു 2 എരിവുള്ള പച്ചമുളക്, എരിവ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ മുളക് കുറച്ച് ചേർത്താൽ മതി, ഒരു 2 തണ്ട് കരിവേപ്പില, പിന്നെ ആഡ് ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ. ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞളും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ അരപ്പും ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാം തൊലി ചെത്തിയെടുത്ത് കഷ്ണങ്ങളാക്കിയിട്ട് വരാം. അതുപോലെ ഫ്രണ്ട്സ്, ഒരു കാര്യം കൂടെ പറയാൻ വിട്ടു. പലരും നമ്മുടെ മണ്ണിനടിയിലുണ്ടാകുന്ന ഈ കാച്ചിൽ, ചേമ്പ് പോലത്തെ സാധനങ്ങൾ കഴിക്കാറില്ല. അതിൻ്റെ കാരണം ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് എന്ന് കരുതിയാണ് കഴിക്കാത്തത്. അതായത് കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണ് എന്നൊക്കെ, അത് കൂടും എന്നൊക്കെ കരുതി പലപ്പോഴും നമ്മൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് നമ്മളെ രക്ഷിക്കുന്നത്. മെനോപോസ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ത്രൂ ഉണ്ടാകുന്ന എല്ലാ സൈഡ് എഫക്ട്സും അത് നമുക്ക് ഇതുപോലത്തെ ഫുഡുകളിൽ കൂടി മാറ്റാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേ. അപ്പം ഇന്ന് മുതൽ നിങ്ങൾക്ക് അഥവാ ഡോക്ടറോട് കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്യാം. ഒരു പ്രശ്നമൊന്നുമില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം കഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യം കഴിക്കുക. അല്ലെങ്കിൽ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആളിലേക്കും ഇത് ഹെൽത്തിനൊരു പ്രോബ്ലം തരുന്നതല്ല. അപ്പം ചേമ്പോ ചേന ഇതൊക്കെ ഏറ്റവും നല്ലതാണ്. ചേനയാണ് ഏറ്റവും നല്ലത് മെനോപോസ് ആയവർക്ക് കഴിക്കേണ്ടത്. ഇത് കഴുകുമ്പോൾ ചേമ്പാണേലും കാച്ചിലാണേലും കുറച്ച് പശപശപ്പ് വഴുവഴുപ്പുണ്ട്. അപ്പം ഉപ്പ് നല്ലതുപോലെ, ഉപ്പിൻ്റെ പൊടിയില്ലേ, ആ ഉപ്പ് പൊടി ഇട്ട് തിരുമിയിട്ട് കഴുകുകയാണെങ്കിൽ ആ വഴുവഴുപ്പൊന്ന് മാറിക്കിട്ടും. ഓക്കെ, ഇതൊരു ടിപ്സാണ്. നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തു. ഞാനൊരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. പുഴുക്കൊക്കെ ചട്ടിയിൽ ഉണ്ടാക്കുവാണെങ്കിലാണ് നല്ലത്. അപ്പോൾ ഇവിടെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കാച്ചിലൊക്കെ ഈ ഒരു സൈസിലിട്ടിരിക്കും. ഒരു ഇച്ചിരി വലിയ പീസാക്കുക, കാച്ചിലും ചേമ്പും. ചേന കുറച്ച് ചെറിയ പീസാക്കുന്നതാണ് നല്ലത്. കാരണം ചേനയ്ക്ക് വേവ് കൂടുതലുണ്ടല്ലോ. വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് മഞ്ഞൾ കൂടി ഒന്ന് ആഡ് ചെയ്ത് നമ്മളിത് വെക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങ് ഒത്തിരി അളിക്കണ്ട, ഒരു മീഡിയം, ഒന്ന് ഉടയ്ക്കാൻ പരുവത്തിൽ വേവുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ പുഴുക്ക് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ക്യാമറയിലോട്ട് അതിൻ്റെ ആവി അടിക്കണം. ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പം ഒത്തിരി അളിച്ച് കളയരുതല്ലേ, എരിശ്ശേരിക്കൊക്കെ വെക്കുന്നത് പോലെ ഒത്തിരി അങ്ങ് അളിച്ച് കളയരുത്. നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് ഇതൊന്ന് തിളച്ച് വന്ന സമയത്ത് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിരുന്നു, മറക്കരുതതെ. മഞ്ഞളിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചു. കുറച്ച് വെള്ളം ചേർത്തിട്ട്, ഒത്തിരി വെള്ളമല്ല, കുറച്ച് വെള്ളം, ഒരു ഗ്ലാസോളം വെള്ളം ചേർത്തിട്ട്. അപ്പോൾ അത് ഒന്ന് തിളച്ച് വന്നപ്പോൾ അല്പം ഉപ്പിട്ട് കൊടുത്തു. ഇപ്പം വെള്ളം കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട്. ഒരു ശകലം വെള്ളം നനവേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, പച്ചമുളക്, ചുമന്നുള്ളി, ജീരകം, മഞ്ഞൾ, കറിവേപ്പില, ഈ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നടുക്കോട്ട് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കുക. ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം. ഫ്ലെയിമിനെ കൂട്ടി വെക്കരുത്. പുഴുക്കല്ലേ, അപ്പം പുഴുക്കാവുമ്പോൾ പുഴുക്ക് പോലെ തന്നെ ഉണ്ടാക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ഇത് എരിശ്ശേരി പോലെ ഒരിച്ചിരി ലൂസ് ആക്കാം. കഞ്ഞിയുടെ കൂടൊക്കെ കുടിക്കാൻ ഈ പുഴുക്ക് ഒരുപാട് ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്കിത് ഒരു നേരത്തെ ഒരു ആഹാരം, ഒരു മീൽസായിട്ട് കഴിക്കാം. മറ്റ് ചോറോ മറ്റു കാര്യങ്ങളോ ഒന്നും കഴിക്കാതെ ഒരു നേരത്തെ ആഹാരമായിട്ടും ഇത് കഴിക്കാവുന്നതാണ്. ഇനി നമുക്കിത് എഗെയിൻ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം ചെയ്യും. അപ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തു തുറക്കാം. ഇതിലോട്ട് ഒരു ശകലം വെളിച്ചെണ്ണ, സാധാരണ നമ്മൾ കപ്പപ്പുഴുക്കിനൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല, പക്ഷേ ഇതിങ്ങനത്തെ ഒരു പുഴുക്കായതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1 ടേബിൾ സ്പൂണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണ കഴിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഒരല്പം ഫ്രഷ് കറിവേപ്പില നമുക്കൊന്ന് ഞെരടിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. അടിയിൽ ഒട്ടിയിട്ടില്ല, ഒരല്പം നനവും ഉണ്ട്. ഇതൊന്ന് ഉടച്ചു കൊടുക്കണം നല്ലതുപോലെ. ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്പം ഉപ്പൊക്കെ.
ഉപ്പൊക്കെ കറക്റ്റാണ്, അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ പയറുകറിയോ ഒക്കെ കഴിക്കാവുന്നതാണ്. എന്തൊരു ടേസ്റ്റ് എന്നറിയാമോ. ഇതിനിടയ്ക്ക് ആ സോയാ ചങ്ക്സ് മാത്രം ഒന്ന് ഇടയ്ക്ക് കടിക്കുന്നുണ്ട് കേട്ടോ. വെന്തു എങ്കിലും അത് തിരിച്ചറിയുമല്ലോ, അങ്ങനെ കടിക്കുമല്ലോ. ഈ പുഴുക്ക് പറ്റുമെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം കഴിക്കുക. ഞാൻ പറഞ്ഞു തൈറോയ്ഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യമോ മാസത്തിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ കഴിക്കുക. ഇനി ഞാൻ പറയാം, ഞാൻ ഈ റെസിപ്പി ഒരു ഡോക്ടറുടെ അടുത്ത് നിന്ന് തന്നെയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ യൂട്യൂബിൽ ഫേമസ് ആയ ഡോക്ടർ ലളിത അപ്പക്കുട്ടൻ ഒരു ഫേമസ് ഡോക്ടറാണ്, ഞാൻ ഫോളോ ചെയ്യുന്ന ഡോക്ടറാണ്. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഴുക്ക് കാണിച്ചു തന്നതിനും പറഞ്ഞു തന്നതിനും ഒരു റെമഡി ഒരു ഫുഡിൽ കൂടി പറഞ്ഞു തന്ന ഡോക്ടർ ലളിത അപ്പക്കുട്ടന് എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഡോക്ടറുടെ വീഡിയോയ്ക്കടിയിലും പോയി ഞാൻ ഓൾറെഡി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ഇന്നത്തെ ഈ അടിപൊളി ടേസ്റ്റി ഡിലീഷ്യസ് ആയിട്ടുള്ള മെനോപോസ് ഫുഡ് അല്ലെങ്കിൽ മെനോപോസ് പുഴുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സത്യം പറയുകയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ഞാനിത് ഒരല്പം കഴിച്ചു നോക്കി. എനിക്ക് ഒരു ഉച്ചയ്ക്കൊരു മീൽസായിട്ട് ഞാനിത് എടുക്കും. ഇതിൻ്റെ കൂടെ നമുക്ക് ചോറ് മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അല്പം മീൻ കറി കൂട്ടി പുഴുക്ക് മാത്രം കഴിച്ചാൽ മതി. അവിടെ നമുക്ക് 2 ഗുണങ്ങളാണ്. ഒന്ന്, നമുക്ക് അരിയാഹാരം കഴിക്കാൻ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ, അരിയാഹാരം കൂടുതലും ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പുഴുക്ക് ഒരു നേരം ഫുഡായിട്ട് ഒരു മീലായിട്ട് എടുക്കാവുന്നതാണ്. രാത്രിയിലോ പകലോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. രാത്രിയിലൊക്കെ കഞ്ഞി കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടായിട്ട് ഈ ഒരു കൂട്ടുകറിയായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. സാധാരണ നമ്മൾ പുഴുക്കൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്, വലിയ കാര്യമല്ല. എങ്കിലും ഇതൊരു സ്പെഷ്യൽ പുഴുക്കാണല്ലോ. നമ്മളൊരു മെനോപോസ് പുഴുക്കെന്ന് പറയുമ്പോൾ നമ്മൾ സ്പെഷ്യലി ഒരു ഹെൽത്ത് വൈസ് ഉണ്ടാക്കിയിരിക്കുന്ന പുഴുക്കാണ്. ഇനി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മുതിര വേണമെങ്കിൽ ആഡ് ചെയ്യാം, വൻപയർ വേണേൽ ആഡ് ചെയ്യാം, കടല വേണേലും ആഡ് ചെയ്യാം. കാരണം ഈ 3 കാര്യങ്ങളും ഒരുപാട് ഹെൽത്തിയാണ്. കടല ഒരല്പം കുതിർത്ത് വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ കുതിർത്തിട്ട് വേവിച്ച കടല ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. വേവിച്ച വൻപയറോ വേവിച്ച മുതിരയോ സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ ഒന്ന് അറിയിക്കുക പ്ലീസ്. നിങ്ങളുടെ വിലയേറിയ കമൻസ് ആണ് ആവശ്യം, വ്യൂസ് ആണ് ആവശ്യം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ, ഹെൽത്തി റെസിപ്പിയുമായി വരുന്നത് വരെ, ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. താങ്ക് യു. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി.